Hey guys, welcome back to my channel. So നമ്മുടെ ഇന്നത്തെ വീഡിയോ ഒരു ഹോസ്റ്റൽ ഡേ ആണ്. അപ്പം എല്ലാ തവണത്തെ പോലെ വലിയ പവറോ എനർജിയോ ഒന്നും ഇല്ല കേട്ടോ. കാരണം നല്ല പനിയാണ്. അപ്പം എല്ലാ എക്സാമിനും എനിക്ക് ഓരോ ബുദ്ധിമുട്ടുകളാണ്. അതുകൊണ്ട് തന്നെ തുടക്കത്തിൽ തന്നെ ഞാൻ ഹോസ്പിറ്റലിൽ പോകാമെന്ന് വിചാരിച്ചു. ബാക്കിയുള്ള എക്സാമിനോട് ബുദ്ധിമുട്ടാവണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ ഹോസ്റ്റലിൽ നിന്നാണ് ഞാൻ ഹോസ്പിറ്റലിൽ പോയത്. ഇവിടുത്തെ ഹോസ്പിറ്റലൊന്നും എനിക്കറിയണ്ടായിരുന്നില്ല. എന്നാലും എങ്ങനെയൊക്കെയോ ഏതൊക്കെയോ ഹോസ്പിറ്റലിലെത്തി. സൂര്യ ഉണ്ടായിരുന്നു എൻ്റെ കൂടെ. അങ്ങനെ ഞാൻ ചീട്ടൊക്കെ എടുക്കാനായിട്ട് പോയി. എനിക്ക് വോയിസ് ഓവർ കൊടുക്കാൻ ഒട്ടും ഇതില്ല കേട്ടോ. അതുകൊണ്ട് ഈ വ്ളോഗ് ഭയങ്കര ശോകമായിരിക്കും എന്ന് എനിക്കറിയാം. നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യുക ഗൈസ്. അപ്പോൾ ഞാൻ ഡോക്ടറിനെ കാണാൻ കയറി. ഡോക്ടർ പ്രത്യേകിച്ചൊന്നും പറഞ്ഞില്ല, മരുന്നൊക്കെ എഴുതി തന്നു. എന്നിട്ട് മരുന്ന് മേടിക്കാനായിട്ട് ഞാൻ പോയി. വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് തന്നെ പെട്ടെന്ന് പോകാൻ പറ്റി. എനിക്കവിടെ നിൽക്കാൻ പോലും വയ്യായിരുന്നു, കാരണം ഫുൾ ബോഡി പെയിന്, കാലൊക്കെ ഇങ്ങനെ കുഴഞ്ഞ് പോവായിരുന്നു. എനിക്ക് ഒട്ടും പറ്റത്തില്ലായിരുന്നു. പിന്നെ വേഗം ഞാൻ പോയി മരുന്നൊക്കെ വാങ്ങിച്ചു. അപ്പോഴത്തേക്കും സൂര്യ എടുത്തൊന്ന് വീഡിയോ ഉണ്ടായത്. അങ്ങനെ മരുന്നൊക്കെ വാങ്ങിച്ചിട്ട് ഞങ്ങൾ പെട്ടെന്ന് തിരിച്ചു പോയി. അവൾക്കൊട്ട് വയ്യായിരുന്നു. ഞങ്ങൾ രണ്ടുപേരുടെ ഏകദേശം എങ്ങനെയൊക്കെയോ തിരിച്ച് ഹോസ്റ്റലിലെത്തി. ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോയിട്ട് തിരിച്ച് നടക്കുകയാണ്. സോ പെട്ടെന്ന് കഴിഞ്ഞ കാര്യങ്ങളെല്ലാം. ഇനി ഞങ്ങൾ ബസ്സിൽ കയറാൻ വേണ്ടി പോവാണ്. ആകെ ഒരു മെനയില്ല പനി വന്നിട്ട് എന്നെ കാണാൻ. ഞങ്ങളൊരു ബേക്കറിയിൽ കയറി, കാരണം ഞങ്ങൾ തിരിച്ച് ഹോസ്റ്റലിൽ എത്തുമ്പോൾ ലഞ്ച് ടൈം കഴിഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ ഇനി പട്ടിണി അടക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് എന്തെങ്കിലും വാങ്ങിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ കാര്യമായിട്ട് എന്തൊക്കെയോ സ്നാക്സസ് ഒരു നോക്കുന്നുണ്ട് അവിടെ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങളത് വാങ്ങിച്ചിട്ട് വേഗം തിരിച്ച് ഹോസ്റ്റലിലോട്ട് നടന്നു. നടക്കാനുള്ള ദൂരം ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ വേഗം നടന്നു. അപ്പോൾ ഇതാണ് സൂര്യ ഗൈസ്. അങ്ങനെ ഞങ്ങൾ നടന്ന് ഹോസ്റ്റലിലെത്തിയപ്പോൾ നല്ല കാറ്റായിരുന്നു. ഈ ഡിസംബർ കാറ്റെന്നൊക്കെ പറയില്ലേ, അതുപോലെ നവംബർ കാറ്റ് പോലെ ആയിരിക്കും. അങ്ങനെ നല്ല കാറ്റായിരുന്നു. അതിൻ്റെ സൗണ്ട്, ജനലൊക്കെ അടയാൻ സൗണ്ട് കഴിഞ്ഞിട്ടാണ് ഞാൻ ഉറക്കത്തിൽ നിന്ന് എണീറ്റ്. എന്നിട്ടൊരു 3 മണിക്ക് ആയപ്പോഴത്തേക്കിന് ഞങ്ങൾ പപ്സ് കഴിച്ചിട്ടുണ്ടായിരുന്നു, മേടിച്ചിട്ട് വന്നത്. അത് കഴിഞ്ഞ് ഞങ്ങളിങ്ങനെ വെളിയിൽ നോക്കി ഇങ്ങനെ എക്സാമിൻ്റെ കാര്യം ഓരോന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. നല്ല തണുപ്പുണ്ടായിരുന്നു, കാറ്റുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് വൈകിട്ട് ചായ കുടിച്ചു. അപ്പം അത്രേ ഉള്ളൂ. ബൈ ഗൈസ്.